ഇന്ന് നമുക്ക് ഇരുട്ടത്തുനിന്നൊരു സെൽഫ് ഇൻട്രോ ആയാലോ? എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഈ കിടപ്പത്ര പന്തിയല്ലല്ലേ, പക്ഷെ അതിനൊരു കാരണമുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തള്ളി നീക്കി ആ ദിവസം അങ്ങ് വന്നു. ധരണി ഇന്ന് നാട്ടിൽ പോവാണ്. സോ കുഞ്ഞാപ്പൂൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി കയറി കിടക്കുന്നതാണ് കേട്ടോ. കിടക്കുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ അതിനൊരു സമയവും കാലമൊക്കെ ഇല്ലേ. 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് നമുക്കൊരു കറക്റ്റ് സമയമെങ്കിലും ആകുമ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം സമയം 5:20. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതുകൊണ്ടോ ലഗേജ് കാര്യങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ല. സാധാരണ ധരണി തന്നെയാണ് എല്ലാം പാക്ക് ചെയ്ത് വെക്കാറ്. ഇതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാൻ തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളായിട്ടോ. ധരണിക്ക് നാട്ടിൽ പോകണം, എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. നമ്മളിവിടെ നിൽക്കുന്ന പോലെ ധരണിക്ക് കണ്ടിന്യൂസ് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ വീട് അടച്ചു പൂട്ടിയിട്ടേക്കല്ലേ. ഇവിടെയാണെങ്കിൽ നമുക്ക് വീടുകളൊക്കെ അടച്ചു പൂട്ടിയിട്ട് പോകുമ്പോൾ മഴേനെ പേടിച്ചാൽ മതി. അവിടെയാണെങ്കിൽ നമുക്ക് പൊടീനെ പേടിക്കണം. നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരാഴ്ച പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും നമുക്കൊരു പുട്ടുണ്ടാക്കാനുള്ള പൊടിയെല്ലാം കിട്ടും കേട്ടോ. കുറച്ച് ചളിയാണ്, എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ധരണിക്ക് ഇടയ്ക്ക് എന്തായാലും വീട്ടിൽ പോയേ പറ്റുള്ളൂ. പിന്നെ അച്ഛനെ കുറച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്ലാന് 2-3 ആഴ്ചയായി തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ വലിച്ച് നീട്ടി അത് ഇന്ന് എത്തിയിട്ടോ. ഇനി എന്തായാലും എൻ്റെ പണി എന്തായാലും നടക്കില്ല. ധരണിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. എല്ലാ തവണയും നമുക്ക് ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് പതിവ് രീതികളുണ്ട് കേട്ടോ. അതൊന്നും ഞങ്ങൾ ഇത്തവണയും തെറ്റിച്ചില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് ഞാനും ധരണയും അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. ടൗണിലൊക്കെ ഒന്ന് പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടെയുള്ളവർക്ക് ഇവിടുത്തെ ചിപ്സും വെളിച്ചെണ്ണയും പപ്പടവും ഒക്കെയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഒതുങ്ങില്ല കേട്ടോ. വെളിച്ചെണ്ണയും പപ്പടവും ചിപ്സും ഒക്കെ നമുക്ക് സർവ്വസാധാരണം. പക്ഷേ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ വേണ്ടത് ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ടായിരിക്കും കേട്ടോ ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാറിൽ കാല് കുത്താനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല. ഇതിപ്പം ഞാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ധരണിക്ക് ലഗേജ് എന്നുള്ള ടെൻഷനേ വേണ്ട കേട്ടോ. അമ്മ ഇത്തവണ വിളിച്ചു പറഞ്ഞത് അമ്മയ്ക്ക് കുറച്ച് ചിപ്സും പപ്പടവും വേണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ അത് മേടിക്കാനായിട്ട് പോയി. നല്ല മഴയായിരുന്നു, എന്നാലും സാരമില്ല. മഴയൊക്കെ നനഞ്ഞ് കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും 5 മണിയായിട്ടോ. ഇതിലെല്ലാത്തിലും ഉപരി ധരണിയുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല കേട്ടോ. എന്നാലും പാക്കിങ് ഒരു സൈഡ് നടക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ധരണിയുടെ ടിക്കറ്റ് കൺഫേം ആകില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ധരണീനെ പാക്ക് ചെയ്യാൻ വിടാത്തത്. പക്ഷേ ചാർട്ട് പ്രിപ്പയർ ആയതും ധരണിയുടെ ടിക്കറ്റ് കൺഫേം ആയതും ഒരേ സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ടൈം പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് സമയമല്ലേ, അത് കുഞ്ഞാപ്പൂൻ്റെ കൂടെ ധരണി ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാനാണ് കേട്ടോ ഇന്ന് പാക്കിങ്ങിലേക്ക് കൈ കടത്തിയത്. അത് ബാഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിറമാസ ഗർഭിണിയെ പോലെയാണ് ബാഗ് ഇരിക്കുന്നത്. അതിൽ വലിയ ലഗേജും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ആ ബാഗ് ഇരിക്കുന്നതുണ്ടോ. ഈ ടീഷർട്ടും കൂട്ടിയല്ലേ നമ്മ 3 പറഞ്ഞത് ഇല്ലേ? പിങ്ക് അല്ലാതെ ഇതല്ലേ? ബ്ലൂവും സ്കൈ ബ്ലൂ. വേറെ എന്നാ ഉള്ളത്? പിങ്ക് പുറത്തിടുന്ന രാത്രിയില ഇടുന്നതല്ല, ഇത് പുറത്തിടുന്നതല്ല അത്. വെക്ക് 3 വെക്ക്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചെന്നൈ പോകുന്നില്ല, അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്തെങ്കിലും മാറ്റി എടുത്തോളാം. കുഴപ്പമില്ല. മതി. പറ്റുവാണെങ്കിൽ ഇനിയും കൂടെ ഡ്രസ്സ് കുറച്ചാലും കുഴപ്പമില്ല. വെയിറ്റ് ഉണ്ടോ നോക്ക്, വെയിറ്റ് ഇല്ലാതിരിക്കണം. ബസ് ഇവിടെ ഉണ്ട്. ഒരു 5:45 ഒക്കെ ആയപ്പോഴേക്കും ഏകദേശം നമ്മുടെ പാക്കിങ് കഴിഞ്ഞിരുന്നു. വെളിയിലാണെങ്കിലോ നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒപ്പം നല്ല ചൂട് ചായ ആൻറ്റിയുടെ വക കിട്ടി. അതൊക്കെ അങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് പ്ലാനൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് തോന്നിയത്. ആക്ച്വൽ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധരണി ഇവിടുന്ന് കാറെടുത്ത് നേരെ ആലുവയ്ക്ക് പോകാമെന്നുള്ളതായിരുന്നു കേട്ടോ. ആലുവയാണ് നമുക്ക് ഏറ്റവും അടുത്ത സ്റ്റേഷൻ. ആലുവയിലാണ് എൻ്റെ കസിൻ്റെ വീടുള്ളത്. അപ്പോൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് കസിനോട് ധരണീനെ സ്റ്റേഷനിൽ ഡ്രോപ്പ് പറയാം എന്നുള്ളതായിരുന്നു ആക്ച്വൽ പ്ലാൻ. സാധാരണ ധരണി ഇവിടുന്ന് ചെന്നൈക്ക് പോകുമ്പോഴും ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴും ഞാനും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും സിസ്റ്ററും എല്ലാവരും കൂടെ പോയിട്ടാണ് ധരണീനെ പിക്ക് ചെയ്യാറ് കേട്ടോ. ഇത്തവണ പുള്ളിക്ക് എന്തോ ജോലി തിരക്കായതുകൊണ്ടിട്ട് പ്ലാനൊന്നും നമ്മൾ മാറ്റി പിടിച്ചത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഇന്ന് ആൾ ഫ്രീ ആണെന്നുള്ളത് സിസ്റ്റർ വിളിച്ച് പറഞ്ഞത് കേട്ടോ. പിന്നെ പെട്ടെന്ന് നമ്മുടെ പഴയ പ്ലാൻ തന്നെ ഓണായി. എന്നാൽ എല്ലാവരും ചാടി പെറുക്കി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ലാസ്റ്റ് ടൈം കൺഫർമേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെയും വിളിച്ച് റെഡിയായി വരാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ അനിയത്തിയാണ് ഞാൻ പറയുന്നത്, സിസ്റ്റർ എന്ന് പറയുന്നത്. എൻ്റെ എൽഡറല്ല, യങ്ങർ സിസ്റ്ററാണ് കേട്ടോ. അപ്പം അവളുടെ കുട്ടിക്കാണെങ്കിൽ 3 വയസ്സുണ്ട്. അവന് ഞാൻ വിളിക്കുന്നത് തുത്തു എന്നാണ് കേട്ടോ. പേരിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒന്നും എന്നോട് ചോദിക്കരുത്. ഇപ്പം അവനെ കണ്ടു കഴിയുമ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ പേര് എന്തുകൊണ്ടും അവന് നല്ല യോജിയാണ്. കാരണം ആൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് കേട്ടോ.
സോ അവനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോവുക, ട്രെയിനിൽ കയറുക, ട്രെയിൻ കാണുക എന്നൊക്കെ പറയുന്ന ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ ധർണീനെ വിടാൻ പോയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ പോവാറ്. അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴേക്കും സമയം 6 മണിയായി. 6:30 പോകാനുള്ള നമ്മളാണ് കേട്ടോ. എന്തായാലും പ്ലാന് ചേഞ്ച് ആയ സ്ഥിതിക്ക് സമയത്തിലും നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തി. 6:30 എന്നുള്ളത് ഒരു 7 മണിയാക്കി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ 7 മണിക്ക് ഇറങ്ങിയാലും ഒരു 9 o'clock ട്രെയിനിന് നമ്മളൊരു 8:30 ആകുമ്പോഴേക്കും സ്റ്റേഷനിൽ എത്താൻ പറ്റും. അതും മഴയും ട്രാഫിക്കും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും. പക്ഷേ ഒരു സേഫ്റ്റിക്ക് ഞങ്ങൾ അവരോട് 6:30 തന്നെ എത്തണം എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നാൽ നേരെ പോയി റെഡിയായേക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ പാക്കിങ്ങിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായത്. വെക്കേണ്ട സാധനങ്ങളൊന്നും തന്നെ ഞാൻ വെച്ചിട്ടില്ല. ധർണിയുടെ ചേട്ടൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ നേരെ കൊണ്ടുപോയി റൂമിൽ ഭദ്രമാക്കി വെച്ചിട്ട് ഇപ്പുറത്തെ റൂമിൽ ധർണിക്ക് കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയ പാൻറ്റും കണ്ടില്ല, അതും ധർണിക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അത് ബാഗിൽ വെക്കട്ടെ എന്ന് ചോദിക്കാൻ വന്ന വഴിക്ക് ഞാനത് ആ ചെയറിൻ്റെ പുറത്തിട്ടിട്ട് പോയിട്ടോ. മിസ് ചെയ്ത ലഗേജ് എല്ലാം ഒന്നും കൂടെ എടുത്ത് ബാഗിൽ പാക്ക് ചെയ്തതിന് ശേഷം ഇത്തവണ ഞാൻ എല്ലാം പക്കയായിട്ട് പാക്ക് ചെയ്തു എന്ന് 2-3 തവണ ഇരുത്തി ചെക്ക് ചെയ്തു കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ ഞാൻ നേരെ പോയി റെഡിയായാൽ മതി. അവർ വരുമ്പോഴേക്കും നമുക്ക് നേരിട്ട് അങ്ങ് ഇറങ്ങാമല്ലോ, സമയം ഒട്ടും കളയാനോ ഇല്ല. ഓൾറെഡി നമ്മൾ ലേറ്റാണ്. അങ്ങനെ ഇവിടെ എല്ലാം സെറ്റായിട്ട് നമ്മൾ റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ റെഡിയാവുന്നതിന് മുന്നേ തന്നെ അവരെ ഫോൺ വിളിച്ചിരുന്നു, ഷാർപ്പ് 6:30 വന്നെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 7 o'clock എത്താൻ പറ്റുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ലേറ്റായിട്ടാണല്ലോ അവർ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്തായാലും സമയം നോക്കിയപ്പം 6:45 ക്ലോക്കിൽ, കാണുന്നില്ല പുറകിൽ. ഈ സമയത്ത് ധർണി എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യല്ലേ, സമയം ഒട്ടും കളയാതെ പുള്ളി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പണിപ്പുറയിലാണ് കേട്ടോ. സത്യം പറഞ്ഞ ധർണിയാണ് എൻ്റെ ഒരു ബാക്ക് ബോണും സ്ട്രെങ്ത്തും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് അധികം വൈകാതെ അവരെത്തിയിട്ടോ. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൾ നല്ല ഉള്ളിവടയും ചായയും കഴിക്കാമെന്ന്. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഉള്ളിവട കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞില്ല കേട്ടോ. എന്തോ എൻ്റെ മനസ്സറിഞ്ഞോ എന്തോ ആണോ അവൾ എനിക്ക് 2 ഉള്ളിവടയായിട്ടാണ് വന്നത്. അതെന്തായാലും എനിക്ക് വെയിറ്റ് ചെയ്തതിൻ്റെ നഷ്ടം നികത്തി കേട്ടോ. മതി 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 ധർണി ഉള്ളിവട. ദിവ്യ വീട്ടിൽ ഉള്ളിവട മതി മതി കഴിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിന്നിട്ടും തുത്തു മാത്രം യാത്ര പറഞ്ഞു കഴിഞ്ഞില്ല കേട്ടോ. അവൻ കുഞ്ഞാപ്പൂൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന് അവൻ്റെ ബെഡ്ഷീറ്റൊക്കെ അവന് പ്രോപ്പറായിട്ട് വിരിച്ചു കൊടുക്കുക, അവൻ്റെ അടുത്ത് പാവേനെ വെച്ച് അവനെ കംഫർട്ടായിട്ട് കിടത്തുക. ഇതൊക്കെയാണ് അവൻ്റെ കലാപരിപാടികൾ കേട്ടോ. ഇപ്പോൾ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണ് കേട്ടോ അവനും ചെയ്യുന്നത്. നേരെ വന്നു കഴിഞ്ഞാൽ അവന് മരുന്ന് എടുത്ത് കൊടുക്കലാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അവിടുന്ന് അവനെ എടുത്തുകൊണ്ട് വന്നതിൻ്റെ ബഹളമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അവിടുന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയതിന് ധർണിക്കൊരു കടിയും കിട്ടി. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും മഴ കുറച്ച് തോർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇനി ഒട്ടും വൈകിക്കണ്ട, അടുത്ത മഴ വരുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇറങ്ങി കേട്ടോ. വരുന്ന വഴിക്ക് നമുക്ക് മ്യൂസിക് സിസ്റ്റം ഒന്നും ഓൺ ചെയ്യേണ്ടി വരുന്നില്ല. തുത്തുവിൻ്റെ വക നല്ല കലാപരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം പോയത് അറിഞ്ഞില്ല. ട്രാഫിക്കും വളരെ കാര്യമായിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ വിചാരിച്ചത്ര ലേറ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മളൊരു 8:30 ആയപ്പോഴേക്കും സ്റ്റേഷനിലെത്തി. എന്തായാലും നമുക്ക് ആവശ്യത്തിലധികം സമയമുണ്ട്. 1/2 hour നേരത്തെ എത്തിയിട്ടുണ്ട്. പിന്നെ ട്രെയിനിൻ്റെ കാര്യം പറയണ്ടല്ലോ, 10-15 മിനിറ്റ് പറഞ്ഞ സമയത്തിനേക്കാൾ എന്തായാലും ലേറ്റായിട്ട് ട്രെയിൻ എത്തുള്ളൂ. ഇരുന്ന് കഴിക്കാൻ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് ഫുഡ് ധർണിക്ക് മാത്രം പാഴ്സൽ മേടിച്ചു. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും നോർത്ത് സൈഡ് എവിടെയാണെന്നല്ലേ. എന്നാൽ അതല്ല കേട്ടോ, നമ്മുടെ ആലുവ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ മുഖച്ഛായയാണിത്. കേരളത്തിലെ പലയിടങ്ങളിലും ഇപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ചേട്ടൻ ക്യൂ ഒന്നും നോക്കാതെ തട്ടി മാറ്റി കയറുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോം 3-ലാണ് കേട്ടോ ട്രെയിൻ വരുന്നത്. അപ്പം നമ്മൾ അവിടെ വന്ന് നിന്നു. വന്നു കഴിഞ്ഞപ്പോൾ വലിയ തിരക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മഴയാണെങ്കിൽ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് അങ്ങനെ വലിയ മഴയും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു.
എന്നാൽ പിന്നെ ചൂടോട് മേടിച്ച ഫ്രൈഡ് റൈസ് ധരണി അവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം ട്രെയിൻ നമുക്ക് 9 o'clock ആണ് വരേണ്ടത്. എന്തായാലും ഡിലേ ഒക്കെ നോക്കി കഴിയുമ്പോൾ ട്രെയിൻ എത്താൻ എങ്ങനെയായാലും 9:15 9:20 ആവും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അകത്ത് കിടന്ന് ഉറങ്ങുന്ന സമയവുമായിരിക്കും. അതുമല്ലാതെ ധരണിക്ക് നമ്മൾ അപ്പർ ബർത്തായിരുന്നു പ്രിഫർ ചെയ്തത്, പക്ഷെ കിട്ടിയപ്പോൾ മിഡിൽ ബർത്തായി. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേഷനിൽ നല്ല നീറ്റായിട്ട് തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കലേ നടക്കില്ല. തുത്തുവാണെങ്കിൽ ധരണിക്ക് ഒരു കമ്പനിയും കൊടുത്തിട്ടോ. അങ്ങനെ നല്ല ചൂട് ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ ട്രെയിൻ കറക്റ്റ് സമയത്ത് വരുമോ വരില്ലേ നോക്കിയിരുന്നപ്പോഴാണ് എത്തിപ്പോയി ട്രെയിൻ. ധരണി പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ വെറുതെ വീട്ടിൽ ബോറടിച്ച് ഇനി ചൊറിയും കുത്തിയിരിക്കണമല്ലോ എന്നുള്ളതാണ്. ധരണിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കമ്പനി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഞാനില്ലെങ്കിൽ ധരണിക്കും, ധരണി ഇല്ലെങ്കിൽ എനിക്കും ഭയങ്കര ബോറിംഗ് ആണ്. അതിനെ ഒരു ലവ്, റൊമാൻസ് അങ്ങനെയൊന്നും വിലയിരുത്തരുത് കേട്ടോ. മോർ ദാൻ ദാറ്റ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് വളരെയധികം എൻജോയ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, ഞങ്ങളുടെ രണ്ടുപേരുടെയും കമ്പനി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഭയങ്കരമായിട്ട് ഒരു ബോറിംഗ് ആണ്. പിന്നെ ഇവിടെ ഏറ്റവും ധരണി കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞാപ്പൂനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ, ധരണി പറഞ്ഞിട്ട് പോകുന്ന സ്പീഡിനേക്കാൾ വേഗത്തിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നുള്ളത്. കുഞ്ഞാപ്പൂ ഉണ്ടായതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ധരണി വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന. അതിനൊക്കെ മുന്നേ ആയിരുന്നെങ്കിൽ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. എൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. എന്നാലും പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, കറങ്ങാൻ പോവുക, ലോങ് ഡേയ്സ് പ്ലാൻ ചെയ്യുക, അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞാപ്പൂ ഉണ്ടായതിനു ശേഷം എന്താണോ എന്തോ പുള്ളി പക്ക ഒരു ഫാദർ മെറ്റീരിയൽ ആയ പോലെ ഒരു തോന്നി. മറ്റ് ട്രെയിനുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ട്രെയിൻ അധികം നേരം നിർത്തിയിടില്ല, പെട്ടെന്ന് തന്നെ എടുക്കുമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്ന് അകത്തൊക്കെ കയറി ഒന്ന് യാത്ര അയക്കായിരുന്നു. സാധാരണ തത്കാലം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സ്ഥിരം കിട്ടാറുള്ള പണിയാണ് കേട്ടോ. തത്കാലം നമുക്ക് നോർമലിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ റേറ്റും കൊടുത്ത് സീറ്റും ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സീറ്റ് ബാത്റൂം സൈഡായിരിക്കും കേട്ടോ. പിന്നത്തെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, ഭയങ്കര ശോചനീയമായിരിക്കും. നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അത് വേറെ, ആ സ്മെല്ല് സഹിച്ച് അത്രയും ദൂരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും കഷ്ടമാണ്. എന്തായാലും ധരണിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ബാത്റൂം സൈഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിയിട്ടായിരുന്നു സീറ്റ്, അതുകൊണ്ട് വലിയ ടെൻഷനില്ല. ട്രെയിൻ അധികം നേരം നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിന്ന് സംസാരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ധരണി ഇരിക്കുന്ന സീറ്റിന് അടുത്തുള്ള ജനലിൻ്റെ അവിടെ ഞങ്ങൾ പോയി നിന്നു. മഞ്ഞും മഴയൊക്കെ വീണ് വിൻഡോ കുറച്ച് ബ്ലേർഡ് ആയിരുന്നെങ്കിലും നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ട്രെയിൻ മാറുന്നവരെ അവിടെ നിന്ന് ടാറ്റയൊക്കെ കൊടുത്ത് സെൻഡ് ഓഫ് ചെയ്തു.